ഞാൻ പെണ്ണിട്ട് നിനക്ക് റെസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. ഇന്ന് പോളി വന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ ഈ തൊലിക്കാൻ വെറുതെ ഷിയാസെ നീ നാറുവേ എന്റെ ഉമ്മ അടിച്ചു പുറത്ത്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഷിയാസിൻ്റെ ഭാഗം പറഞ്ഞ് ഷിയാസ് വരുന്നുണ്ട്, ഞാൻ പാവമാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവരെ അമ്മയെപ്പോലെയാണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. മറുവശത്തോടെ അവരുടെ പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയ വരുമ്പോഴത്തേക്ക് രണ്ട് ഇതായിട്ട് വരുന്നുണ്ട്. അവരെ പീഡിപ്പിച്ചു എന്ന് പറയാൻ അവർ കേസ് കൊടുത്തേക്കുന്നതെന്നാണ് കൂടുതലും ആൾക്കാർ പറയുന്നത്. പക്ഷേ ഒരിക്കലുമല്ല, അവരങ്ങനെ ഒരു കേസ് കൊടുത്തിട്ടില്ല. അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് ആ ഒരു ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്ന് അവർ നല്ല വ്യക്തമായിട്ട് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്, അവരുടെ പരാതിയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു പീഡനമായിട്ട് വരുന്നില്ല. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഷിയാസിനേക്കാൾ അവർക്ക് നല്ല ഏജുണ്ട്. ഷിയാസ് അവരുമായിട്ട് നല്ലൊരു സൗഹൃദത്തിലൂടെ വന്നൊരു ബന്ധം അങ്ങനെ കൂടി അവരെ ശാരീരികമായിട്ട് ചൂഷണം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും അവർ സമ്മതത്തോടു കൂടി തന്നെയാണ്, അല്ലാതെ അവരുടെ സമ്മതം ഇല്ലാതെ എന്നല്ല പറയുന്നത്. അങ്ങനെ അവരെ ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നത് അങ്ങനെ അവരുടെ അടുത്ത് ആ രീതിക്ക് നിന്ന് അവരെ സാമ്പത്തികമായിട്ടും ചൂഷണം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഷിയാസിൻ്റെ പേരിൽ അവർ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ, ഷിയാസ് അന്ന് ഇവർ തമ്മിൽ സ്നേഹത്തിലിരുന്ന സമയത്ത് ഇവർ ലിവിങ് ടുഗദർ ആയിരുന്നു. ആ സമയത്ത് ഇത് വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ് ഷിയാസിൻ്റെ. എന്നിട്ട് ഇവരെന്നാ ചെയ്തു, ആ സമയത്ത് ഷിയാസ് കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ചായിട്ടുള്ള ആ ഒരു മോശമായിട്ടുള്ളൊരു കുറേ വീഡിയോസൊക്കെ എടുത്തിരുന്നു. ആ വീഡിയോസ് കാണിച്ച് ഇപ്പോൾ ഇവർ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ്, വീണ്ടും പൈസ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എന്നാണ് അവർ പരാതി പറഞ്ഞേക്കുന്നത്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് എനിക്കൊന്ന് 62 ലക്ഷം രൂപയും കേട്ടോ, അത്രയും കണ്ടെന്ന് തോന്നുന്നു. ആ പൈസ തിരിച്ച് വേണമെന്നും പറഞ്ഞാണ് അവർ പറയുന്നത്. അതൊന്നും തിരിച്ച് തരാതിരിക്കാൻ വേണ്ടി ഷിയാസ് ഇങ്ങനെ കാണിക്കുന്നത് ഓരോ സൈറ്റിലേക്ക് ഈ വീഡിയോസ് ഇടും, ഇവരെ നാണം കെടുത്തും എന്നും പറഞ്ഞിട്ട്. അവർക്ക് ഒരു മകളുണ്ട്. ആ മകൾ ഒരാളോട്ട് ഒളിച്ചോടി പോയെന്നൊക്കെ അവർ ഷിയാസാണ് അത് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ആ മകളെ കൊണ്ട് അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അവർ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഷിയാസ് പറഞ്ഞത് ഷിയാസിൻ്റെ അമ്മയെ പോലെ ആയിരുന്നു കണ്ടിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവർ ഒരുപാട് പേര് പറയുന്നുണ്ട് ആ സമയത്ത് ഒന്നിച്ച് പിന്നെ ആണോ ഇത് പീഡനമായിട്ട് തോന്നിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, അവർ പീഡനമായിട്ട് അവർ കേസ് കൊടുത്തിട്ടില്ല. അവരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഷിയാസിൻ്റെ പേരിൽ ഒരു ബലാത്സംഗ കേസ് വന്നിട്ടില്ല. അങ്ങനെ അവർ കൊടുത്തിട്ടില്ല. അവരെ ചൂഷണം ചെയ്തു എന്നും പറഞ്ഞിട്ടാണ്, സാമ്പത്തികമായിട്ടും ഒക്കെ ആയിട്ട് അവർ ചൂഷണം ചെയ്തു എന്നുള്ള രീതിക്കാണ് അവർ കേസ് കൊടുത്തേക്കുന്നത്. അപ്പം ഷിയാസ് പറയുമ്പം ഷിയാസിൻ്റെ വശത്തോടെ ഒരുപാട് ന്യായീകരണങ്ങൾ ഷിയാസ് കൊണ്ടുവരുന്നുണ്ട്. ഷിയാസ് പറയുന്നത് ഇവരുടെ അമ്മയുടെയും ഭാര്യയുടെയും പെങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് ഇവർ കുറേ സ്വർണ്ണങ്ങൾ മേടിച്ചു, പൈസകൾ മേടിച്ചു. ഇവർ എന്തോ ഷിയാസിൻ്റെ എന്തോ കസിനെ കണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. അത് ഷിയാസ് അറിഞ്ഞില്ല. അതറിഞ്ഞപ്പം അതിൻ്റെ പേര് കേസ് കൊടുത്തു. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇങ്ങനത്തെ കള്ളക്കേസ് കൊടുത്തേക്കുന്നത്. അവരുമായിട്ട് അങ്ങനത്തെ ബന്ധമൊന്നുമില്ല എന്നൊക്കെയാണ് ഷിയാസ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ വേറെ കുറേ കഥകളുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ ഷിയാസിൻ്റെ വൈഫ് ഈ ഒരു പ്രശ്നത്തെ പറ്റി അവർ വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്താണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷിയാസ് പറയുന്ന കാര്യങ്ങൾ ആദ്യം കുറച്ചൊന്ന് കേൾക്കാം. എൻ്റെ പേരിലൊരു പീഡന പരാതി വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇതാട്ടോ. ഈ സ്ത്രീക്ക് ഒരു 60 വയസ്സുണ്ട്. എനിക്ക് അവരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് വേറെ. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 വർഷമായി. എനിക്കൊരു കുട്ടിയുണ്ട്. ഞാൻ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്. എനിക്ക് സ്ത്രീകളോട് ഇടപെടുമ്പോൾ തന്നെ ചെറിയൊരു പേടിയുള്ളൂ. കാരണം ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ആരോപണവും ഈ പറഞ്ഞ കള്ളക്കേസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളാണ്. പിന്നെ ഈ സ്ത്രീക്ക് 10 വയസ്സുണ്ട്. അതുപോലെ എൻ്റെ കുടുംബമായിട്ട് അത്ര അടുപ്പമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ കല്യാണത്തിനും എൻ്റെ എല്ലാ പരിപാടിക്കും, എൻ്റെ റിസപ്ഷൻ, എൻ്റെ അബുദാബിയിലെ പരിപാടിക്ക് എല്ലാ പരിപാടിയും എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇവിടെ പിന്നെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇപ്പൊ കേസ് നിൽക്കല്ലേ, എനിക്ക് എഫ്ഐആർ ഒന്നും അറിയില്ല. പക്ഷേ ഇത് ഞാനൊരു ഇതാട്ടോ ഒരു ക്ലിയർ പറഞ്ഞാണ്. അപ്പോ സംഭവം എന്ന് പറഞ്ഞാല് എന്റെ ഭാര്യയിൽ നിന്നും എന്റെ ഉമ്മയിൽ നിന്നും ഇവർ കുറച്ച് സ്വർണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങടെ നിന്നും വാങ്ങിച്ചു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഇത് കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത്. കാരണം എന്റെ ഫാമിലിയിൽ കയറി കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുകയും അതിൽ കുറച്ച് പ്രശ്നമായി കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അറിയുന്നത്. കാശും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച കേസൊക്കെ. അങ്ങനെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ എന്റെ ഉമ്മാക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, പെങ്കജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പൈസ ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ. ഇതിന് മുമ്പ് ഇവര് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീതിപ്പെടുത്തി എന്നെ, ഞാൻ അവരത് കോടികൾ പറ്റിച്ചു, ബിസിനസ് ചെയ്യാം, അങ്ങനെ കുറെ സാധനം ചെയ്തപ്പോൾ ഞാൻ ഇവരുടെ പേരിൽ കേസ് കൊടുത്തു. ആ കേസ് ഫയൽ ചെയ്ത് ഇവർക്ക് നോട്ടീസ് തന്നപ്പോൾ ഇവരെന്റെ പേരിൽ ഇപ്പൊ ഒരു കള്ളക്കേസായിട്ട് വന്നേക്കാണ്. ഞാൻ അവരെ പീഡിപ്പിച്ചു. ഈ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരള പോലീസിലും അതുപോലെ ലോയിലൊക്കെ ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. കാര്യം ഞാൻ ഇതിന് മുമ്പ് ഒരു സാധനം ഫൈറ്റ് ചെയ്ത ഒരാളാണ് കള്ളക്കേസിൽ. അപ്പൊ ഇത് ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്യും. അപ്പോൾ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന് ഒരു ക്ലാരിറ്റി പറയുകയാണെങ്കിൽ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ചെറിയ പെണ്ണൊന്നല്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയുന്നു 10 എന്റെ ഉമ്മാടെ പ്രായമുണ്ട്. അപ്പൊ ഇത് പറയാൻ വേണ്ടി ഞാൻ വന്നാണ്. ഞാൻ എന്താ പറയുക, ഞാൻ തലയുയർത്തി നടക്കുന്ന ഒരു മനുഷ്യനാണ്. എന്ത് പ്രശ്നം വന്നാലും എന്റെ നിലപാടിൽ ഒരു മാറ്റില്ലാത്ത ആളും കൂടെ. എനിക്ക് അത്രയും ധൈര്യമുണ്ട്. എന്റെ കുടുംബം, എന്റെ എല്ലാ ആളുകളും എന്റെ കൂടെ ഉള്ളതാണ്. എന്നെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ എന്റെ കൂടെ ഉള്ളതാണ് കേട്ടോ.
എനിക്ക് അത്ര ധൈര്യമുള്ള ആളാ. എന്ത് പ്രശ്നം വന്നാൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നതാണ്. എന്റെ നിലപാട് അതാണ്. ഓക്കെ. ഈ ലാസ്റ്റ് പറഞ്ഞ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഷിയാസിന് ഒരു പ്രശ്നം വന്നാൽ വൈഫ് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പത്തെ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ഇതുപോലൊരു പെണ്ണുകേസും അതാണ്ട് തട്ടിപ്പോ വെട്ടിപ്പോ എന്നൊക്കെ പറഞ്ഞൊരു കേസ് വന്ന സമയത്താണ് ഇവരുടെ കല്യാണമൊക്കെ ഒരു ഉറപ്പിക്കുന്ന സമയമൊക്കെ ആയിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർ ആ ഒരു കല്യാണത്തിന് സമ്മതം മൂളി അവർ ആ ഷിയാസിന് വിശ്വാസം എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് വന്നു. ഇതിപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞാൽ ഈ ഷിയാസ് തന്നെ പറഞ്ഞല്ലോ സ്ത്രീകളോട് ഞാൻ അടുക്കുന്നത് ഒരു കേസ് ഇങ്ങനെ വന്നുകൊണ്ട് എനിക്കൊരു ഭയമായിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പൈസ മുടക്കി ഈ ഷിയാസിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവെക്കുന്ന അവർ ഈ രണ്ട് ഭാഗത്തും ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ സംശയങ്ങൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത്രയും മോശമായിട്ട് ഒരാൾക്കൊരു പ്രശ്നവും കേസും വന്ന ആളുടെ അടുത്തേക്ക് ഇവർ വീണ്ടും അടുക്കാൻ പോയത് എന്നതിനാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത് അവരെയും തട്ടിപ്പ് കാണിച്ചു അങ്ങനെ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അന്നും കേസ് വന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് ഇതുപോലെ പൈസ എന്നതിനാണ് കൊടുത്തതെന്ന് അറിയിക്കുന്നത്. പിന്നെ ബന്ധുവാന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിടപ്പുണ്ട്, ബന്ധുവല്ലേ എന്നുള്ളത്. പിന്നെ ഷിയാസ് പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു അമ്മയോടൊരു മകൻ പറയുന്ന വാക്കുകളൊന്നും അല്ല ഷിയാസ് അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ബന്ധമെന്നൊക്കെ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. അവരുടെ വോയിസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല, ഷിയാസിൻ്റെ വോയിസ് മാത്രമേ പുറത്ത് വന്നിട്ട്. കാര്യം വെച്ചാൽ ലീഗലി എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഇങ്ങനെ സ്ത്രീകളുടെ വോയിസ് അങ്ങനെ വരാൻ പാടില്ലെന്നോ അതൊക്കെ ഉണ്ട്. അതിൻ്റെ നൂലാമാലകളൊന്നും എനിക്കത് എന്തായാലും അവരുടെ വോയിസ് എന്നാലും പുറത്ത് വരത്തുമില്ല, അതൊട്ട് ആരും കേൾക്കാനൊട്ട് പോകുന്നുമില്ല. ഷിയാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്യും. കാര്യം ആ എതിർവശത്ത് നിൽക്കുന്ന ആൾ എന്നതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ളത് ഏകദേശം ഊഹം നമുക്ക് കിട്ടും ഈ ഷിയാസിൻ്റെ സംസാരത്തിൽ നിന്ന്. അത് ഷിയാസ് അല്ല പറഞ്ഞേ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ പിന്നിൽ എല്ലാവരും പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വേറെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം അനുവിനെ ബീഫ് കഴിപ്പിക്കുന്ന ഒരു വീഡിയോസ് ഇട്ടായിരുന്നു. അതൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ ഈ ഫെയിം ആകാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ രേണു കാണിക്കുന്ന പരിപാടി തന്നെ. എന്നാന്ന് ചോദിച്ചാൽ രേണു എന്നതാണ് കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നിലൊക്കെ കുത്തി പൊക്കിക്കൊണ്ട് വരും. അപ്പോൾ എപ്പോഴും എന്നെ ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കും. ഈ ഒരു വ്യക്തി എപ്പോഴും ഇങ്ങനെ ഓരോരോ വിഷയങ്ങളാക്കി, നിങ്ങൾക്ക് തന്നെ രേണുവിൻ്റെ ഓരോ കേസുകൾ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നത് എങ്ങനെയാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലൂടെ അല്ല നിറഞ്ഞു നിൽക്കുന്നത്, നെഗറ്റീവായിട്ട് അത് ഇവർ തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്, അല്ലാതെ വേറെ ആരും കൊണ്ടുവരുന്നതല്ല എന്ന് പറയുന്നത്. ഷിയാസ് അതിനുവേണ്ടി ഒന്ന് കിടന്ന് കളിച്ചതാണ്. പക്ഷേ അനുവിനും പരാതിയില്ല, ഷിയാസിനും പരാതിയില്ല, അത് മറ്റുള്ളവർക്കാണ് പരാതി വന്നത്. അത് ഷിയാസ് പിന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ ബീഫ് എന്നാണ്, എന്ന് വെച്ചാൽ പോത്തിറച്ചി എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ പശുവിൻ്റെ ഇതല്ല ഉദ്ദേശിച്ച് എന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതങ്ങനെ അത് ഭയങ്കരമായിട്ട് കത്തിക്കേറി ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ഒരു വിഷയം വരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അഖിൽമാരും ഈ ഷിയാസും തമ്മിലൊന്ന് കോർത്തായിരുന്നു. ആ കോർത്ത വിഷയമാണ് ഇപ്പോൾ എല്ലാവരും എടുത്തിടുന്നത്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അവർക്കറിയാം എന്നും പറഞ്ഞിട്ടാണ് എല്ലാവരും പറയുന്നത്, ഇന്നയാളാണ് എന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ വോയിസൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. വോയിസൊക്കെ അതുപോലെയാണ്, അവരുടെ വീഡിയോസ് ഇങ്ങനെയൊക്കെ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാണ് അവരിപ്പോൾ ഈ ഒരു കേസിന് ഇങ്ങനെ ഇറങ്ങി തിരിച്ചേക്കുന്നത്. എന്നാണേലും ഇത്രയും പ്രായമായ അമ്മയാണെന്ന് പറയുന്നു, ഷിയാസിൻ്റെ അമ്മയുടെ പ്രായമുണ്ടെന്ന് പറയുന്നു, 63 വയസ്സങ്ങാണ്ടുണ്ടെന്നുണ്ട്. അത്ര ഏജുള്ള അവരോട് ഷിയാസ് പറയാൻ കൊള്ളുന്ന കാര്യങ്ങളല്ല. ഷിയാസ് അങ്ങനെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. അത് നമുക്ക് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും അതൊരു വെറും ബന്ധമല്ല, ഒരു അമ്മമ്മ ബന്ധമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇത് നമുക്കൊന്ന് കേട്ട് നോക്കാം. നിങ്ങൾ കുറച്ച് കേട്ട് കാണും എങ്കിൽ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആരെങ്കിലും അമ്മമാരോട് സംസാരിക്കുമോ ആൺമക്കൾ? എനിക്കറിയില്ല. ഞാൻ പെണ്ണിട്ട് കസ്റ്റമർ കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരും. ഒന്ന് പോളി വന്ന് കൊഞ്ചാതെ എന്നെ വരില്ലാന്ന് മരണം വരെ ഞാൻ പറഞ്ഞു. നീ എന്റെ മരണം വരെ ഞാൻ നിന്റെ മരണം വരെ ഇട്ടാവും. മരിച്ചേ പോലും നമ്മളാരും ശല്യപ്പെടുത്തില്ല. അങ്ങനെ കൊഞ്ചല്ലേ നിനക്ക് തോന്നലാണ് നീ ആരുമില്ലാണ്. നീ ആരാന്ന് എനിക്കറിയാലോ. പിന്നെ നീ ചുമ്മാ കൊഞ്ചല്ലേ മോന്തക്ക് തടിക്കൂട്ടോ. നീ പൈസ ആയിട്ട് തന്നായിട്ടോ, അത് അക്കൗണ്ട് വേണ്ട. അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുമ്പോ നമുക്ക് ട്രാൻസാക്ഷൻ കാണിക്കണം. നമുക്ക് ഭയങ്കര ഇതൊക്കെ ഇതിന്റെ ലീഗൽ ഇത് കാണിക്കണം. എല്ലാം ചെയ്താൽ നമുക്ക് എല്ലാം ചെയ്യുമ്പോഴാണ് നല്ലത്. ശരി, നോക്ക്. ഹെൽത്ത് ഈസ് വെൽത്ത്. നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കട്ടാ. എന്ത് ചെയ്യാനാ? മറ്റേ എന്താ ഇവിടെ ഫണ്ടിന്റെ കാര്യം? റെഡിയാക്കി പൈസ വേണം. എന്തായാലും റെഡിയാണ്. ഇൻഷാല്ലാ. ഓക്കെ, സെറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ജിമ്മിന്റെ പരിപാടിയെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ. അപ്പൊ അതൊന്നും വിഷയമല്ല. ഞാൻ പറഞ്ഞാണ് ജസ്റ്റ് ടോക്ക് ഒന്നും അത്ര ഉള്ളൂ. അത് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാണ്. നീ ലവ് ഒന്നും അതിൽ ഇടണ്ടാന്നാണ് അധികം. അത് നിന്റെ വില പോയി. നിനക്ക് ലവ് ഉണ്ടെങ്കിൽ നിന്റെ വായലേം തരുന്നുണ്ട്, കുടിച്ചോ. നിനക്കറിയാതെ അങ്ങനെ രീതിയിൽ അതിന് മോളിനൊക്കെ ഇട്ടാ മതി. ഇത് ഷിയാസ് ഒരു അമ്മയോട് പറഞ്ഞ വാക്കുകളാണോ? ആദ്യമേ തന്നെ പറയുന്നത് കേൾക്കാം.
ഞാൻ വിവാഹം കഴിച്ചാലും നിനക്ക് റെസ്റ്റൊന്നും കാണത്തില്ല, ഞാൻ നിൻ്റെ അടുത്ത് വരും എന്ന്. അപ്പം ആ ഒരു വിവാഹം കഴിച്ച പെണ്ണിനെ കൂടെ ചതിക്കുന്നതല്ലേ ആ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. ആ ഒരു വർത്താനം എന്ന് പറയുന്നത് വിവാഹം കഴിച്ചാലും അപ്പോൾ ഇവരായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഷിയാസ് തയ്യാറല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതായിരിക്കും എനിക്ക് തോന്നുന്നത് വിവാഹത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവരൊരു പക്ഷേ വീണ്ടും വീണ്ടും വിളിച്ച് കാണും. ഷിയാസിനെ വിളിച്ചപ്പോൾ പുള്ളിക്ക് പോകേണ്ട സമയം കിട്ടി കാണത്തില്ല. ചില സമയം കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ഇവരെതിർത്ത് കാണും. ഇവരെതിർത്ത് കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു കാണും, നിൻ്റെ കുടുംബത്തിൽ ഞാൻ അറിയിക്കും, നീ എൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ അറിയിക്കുമെന്ന് വേണേൽ പറഞ്ഞു കാണും. പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു കാണും, നിൻ്റെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇങ്ങനെ ഓരോ സൈറ്റിലേക്ക് ഇടും, അപ്പം നിനക്ക് അവിടെ പണി കിട്ടും എന്ന് പറഞ്ഞു കാണും. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും ഇവർക്കിടയിൽ നടന്നിട്ടുള്ളത്. വിവാഹത്തിന് മുന്നെയൊക്കെ ഭയങ്കര വാഗ്ദാനങ്ങളും പ്രണയമൊക്കെ ആയിരിക്കാം. വിവാഹം കഴിച്ച് കൂടെ ജീവിക്കുന്ന ഒരു സ്ത്രീ നല്ലൊരു പെണ്ണാണെങ്കിൽ ഒരിക്കലും വേറൊരാളെ തേടി പോകാൻ തോന്നുകയില്ല. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് ഒഴിവാക്കണമെന്ന് വിചാരിച്ച് കാണും. അവരുടെ കയ്യിൽ നിന്ന് പൈസയുടെ കാര്യമൊക്കെ ചോദിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇതായിരിക്കാം ഇവർക്കിടയിൽ നടന്ന സംഭവം എന്നാണ് എൻ്റെ ഒരു നിഗമനം. ശരിയോ തെറ്റോ എനിക്കറിയില്ല, എൻ്റെ ഒരു നിഗമനം പറഞ്ഞാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് പ്രണയം മൂത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞാണ്, ഞാൻ നിന്നെ തേടി വരും, ഞാൻ വിവാഹം കഴിച്ചാൽ നീയാണ് എനിക്കെല്ലാം എന്നൊക്കെ പറഞ്ഞു കാണും. ഒരുപാട് പഞ്ചാര വർത്താനങ്ങൾ പറഞ്ഞു കാണും. പറഞ്ഞു കഴിഞ്ഞ് വെച്ച് ഇവിടെ വിവാഹം കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ കൂടെ നടക്കാനല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ പോകുന്നിടത്ത് പുള്ളിക്കാരിയെ കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നടന്ന് എന്നാണേലും ഈ 63 വയസ്സുള്ള ഒരു സ്ത്രീയെക്കാരും ഇപ്പോൾ കൂടെയുള്ള പെണ്ണിനോടെ താല്പര്യം കൂടുതൽ തോന്നുകയുള്ളൂ. മറ്റേത് ശരിക്കുമുള്ള പ്രണയമൊന്നും അല്ല എന്നുള്ളത് നമുക്ക് ഈ വോയിസിൽ തന്നെ മനസ്സിലാക്കാം. പണമാണ് ലക്ഷ്യം. അതിന് അവരെ ഇങ്ങനെ കുറേ റൊമാൻറ്റിക് ആയിട്ടൊക്കെ ഒന്ന് പറഞ്ഞ് നിർത്തി അവരുടെ കയ്യിൽ നിന്ന് ഊറ്റാന്നത്ര ഊറ്റുക എന്ന് മാത്രമായിരുന്നു ഇവൻ്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്കിത് കേൾക്കാം. ഏത് കാര്യം പറഞ്ഞ് നിൽക്കുമ്പോഴും ഷിയാസ് പൈസയുടെ കാര്യമാണ് അതിനകത്ത് അവസാനം കൊണ്ട് നിർത്തുന്നത്. പൈസ തികഞ്ഞില്ല, ഇനി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങ് വിഷമങ്ങളാണ്. അത് ചില കാമുകന്മാരുടെ ഒരു സ്ഥിര സൂക്കേടാന്ന് കേട്ടിട്ടുണ്ട്. പൈസ ഇല്ല എന്ന് പറഞ്ഞ് സെൻറ്റി അടിക്കും. സെൻറ്റി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെന്നെ പൈസ കൊടുക്കും. അങ്ങനെ ഒത്തിരി ഫാമിലി തകർന്നു പോയിട്ടുണ്ട്, ഒത്തിരി ഫാമിലി. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവന്മാരുടെ പഞ്ചാരവർത്തത്തിൽ വീണ് ഇവന്മാർ ചോദിക്കുന്ന പൈസ ഇവരങ്ങ് കൊടുക്കും. കൊടുത്തേച്ച് ഇത് തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ പെണ്ണുങ്ങൾ മറിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല, അവർക്ക് വേറെ ആരും, ഇവർക്ക് ഇവൻ ഉപേക്ഷിച്ച് പോയിൻ്റെ ആ ഒരു ഇതായിരിക്കും. പിന്നെ ഇത്രയും നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചല്ലോ എന്നൊക്കെ ഉള്ളതായിരിക്കും അവരിപ്പോൾ കേസ് കൊടുക്കാനുള്ള കാരണം. മറ്റെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് സ്വർണവും പൈസയും മാക്സിമം മേടിക്കും. ഭർത്താക്കന്മാർ വെളിയിലുള്ള സമയത്ത് ചില അവന്മാർ ചെന്ന് ഇവരെ സോപ്പിട്ട് പഞ്ചാര വർത്തമാനം പറഞ്ഞ് കെട്ടിയോ മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുമായിരിക്കും. അദ്ദേഹത്തിന് ആ സമയത്ത് ഇവരോട് കൊഞ്ചാനോ കൊടയാനോ സമയം കാണത്തില്ല. ഇവരിവിടെ പട്ടിണിയില്ലാതെ നോക്കാൻ വേണ്ടിയാണ് അയാൾ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ആ സമയത്ത് ഇവിടെയുള്ള ഏതെങ്കിലും ഒരുത്തം വന്നു ചെറിയ നീ സുന്ദരിയാണ്, പഞ്ചാരയാണ്, ചക്കരയാണെന്ന് പറഞ്ഞ് ഇതിലേക്ക് അങ്ങ് കയറും. കയറി വെച്ച് ഇവർ തമ്മിൽ അങ്ങ് കമ്പനിയാകും. കമ്പനി ആക്കി കഴിയുമ്പോഴത്തേക്ക് ഈ കെട്ടിയോ ആ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതെല്ലാം ഇവിടെ മിച്ചം വെക്കുന്ന പൈസയെല്ലാം ഉപമാർക്ക് എടുത്ത് കൊടുക്കും. അപ്പോൾ ഉപമാർ ആദ്യം പറയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും, നിൻ്റെ കെട്ടിയോ നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഇതെല്ലാം തിരിച്ചു തന്നേക്കാം. ഞങ്ങൾക്ക് ശരിക്കും അറിയാവുന്ന കുറേ ഫാമിലി ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. തരാമെന്ന് പറയും. അങ്ങനെ ഈ പൈസയെല്ലാം എടുത്ത് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവന്മാർ കെട്ടിയവന്മാർ വന്നപ്പോഴത്തേക്ക് കൊടുക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് തിരിച്ചു ചോദിക്കാൻ പറയും, നിൻ്റെ കെട്ടിയവൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പൈസ തിരിച്ചു കൊണ്ട് തരട്ടെ, നിൻ്റെ കെട്ടിയവൻ്റെ മുന്നിൽ വെച്ച് നീ തന്ന സ്വർണം തിരിച്ചു തരട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലാസ്റ്റ് കെട്ടിയവൻ്റെ അടുത്തും പറയാൻ മേല ഇവന്മാരോട് ചോദിക്കാനും വയ്യാത്ത അവസ്ഥയിൽ ഇവർ ഈ നടുകടലിൽ നിൽക്കുന്ന അവസ്ഥയാകും. ലാസ്റ്റ് തന്നെ കെട്ടിയവനറിയും, രണ്ടും രണ്ട് വഴിക്കാകുകയും ചെയ്യും. പിന്നെ ഇവന്മാരോട്ട് തിരിഞ്ഞു നോക്കൂ, അതുമില്ല. അവന്മാർ പോയി അവന്മാർ ആ പൈസയും കിട്ടാനുള്ള കൊണ്ടുപോയി സ്വർണവും കൊണ്ടുപോയി വേറെ കല്യാണം കഴിച്ച് അവന്മാർ സുഖമായിട്ട് ജീവിക്കും. ഇവർക്ക് മാത്രം എപ്പോഴും നഷ്ടം സംഭവിക്കും. ഇതൊരുപാട് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഒരുപാട് പേർക്ക്. ഇപ്പം ഇവിടെ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഷിയാസിനെ അവർക്ക് അവരുടെ അടുത്തോട്ട് വരുന്നില്ല, എടുക്കുന്നില്ല എന്ന് വന്നപ്പോൾ ഷിയാസിനോട് ചിലപ്പോൾ പറഞ്ഞാണ്, നീ അയച്ച വോയിസ്, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിൻ്റെ ഭാര്യയ്ക്ക് അത് അയച്ചു കൊടുക്കും എന്നതേലും ഇവർ പറഞ്ഞു കാണും. അപ്പോൾ ഷിയാസ് പറഞ്ഞാണ്, നിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് അല്ലെങ്കിൽ പൈസ തിരിച്ചു തന്നോ എന്നതിലൊക്കെ ചോദിച്ചു കാണും. ഇതിൻ്റെ മറുവശം എന്നാന്നുള്ളത് നമുക്കറിയത്തില്ല. അവരെന്നതാണ് ഷിയാസിനോട് പറഞ്ഞിട്ടുള്ളതെന്നും ഇവർ തമ്മിൽ ഈ ഷിയാസിൻ്റെ സൗണ്ടും കാര്യങ്ങളും വോയിസ് മാത്രമുള്ളൂ പുറത്ത് വരുന്നത്. എതിർവശത്തുള്ള ആ ആൾ പറയുന്ന കാര്യങ്ങളൊന്നും വെളി വന്നിട്ടില്ല, ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിതൊന്നും നമുക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എൻ്റെ ഒരു നിഗമനം പറഞ്ഞാണ്, ഇതായിരിക്കാം അല്ലായിരിക്കാം. ഇനി ഇവർ പറയുന്നത് ഇതിൻ്റെ പിന്നിൽ വേറൊരാളാണ്, ആ ആളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, അതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തെളിവ് എന്നാന്ന് ചോദിച്ചാൽ അഖിൽമാരാരുടെ ഒരു വോയിസാണത്. അഖിൽമാരാർ ഷിയാസിനെ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തുന്ന കാര്യമാണ്. ആ വോയിസ് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതുകൊണ്ട് അഖിൽമാരാരാണ് ഇവരെ ഇറക്കിയേക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അഖിൽമാരാർ ചെന്ന് ഇറക്കിയാലും കുറേ സത്യങ്ങളില്ലാതിരിക്കുകയല്ലോ ഇതിൻ്റെ പിന്നിൽ. ഇവർ പറയുന്ന ഷിയാസ് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ചെന്നേച്ച് ഒരു പെണ്ണിനെ പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലും പറ്റുകയില്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ പ്രണയിച്ചിരുന്നതും അവർ തമ്മിൽ മറ്റ് ബന്ധങ്ങളുള്ള സ്ഥിതിക്കും ഒരു പെണ്ണ് പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് ചാടി ഇറങ്ങത്തില്ല. അത് ആര് അവരെ പ്രലോഭിപ്പിച്ചെന്ന് പറഞ്ഞാലും അവരൊരു നിമിഷം ചിന്തിക്കും. ഈ പറയുന്നവർ പറഞ്ഞ് ഞാൻ എടുത്ത് ചാടിയാൽ എനിക്ക് വരുന്ന ഭവിഷ്യത്ത് തന്നെയെന്ന് അവർ ചിന്തിക്കും. ഒന്നെങ്കിൽ ഇവർ ഈ 62 ലക്ഷം രൂപയോ അങ്ങോട്ട് ഇവർക്ക് നഷ്ടം വന്നതല്ലേ, അത് തിരിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇവരുടെ ഉദ്ദേശം. പക്ഷേ ഇത് കൈവിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം ഷിയാസ് നല്ലവൻ കളിക്കാൻ വന്നപ്പോൾ അത് മൊത്തം എടുത്ത് പുറത്തോട്ടിട്ട്, അതാണ് സംഭവിച്ചത്. നമുക്ക് അഖിൽമാരാർ പറയുന്ന കാര്യം കുറച്ചൊന്ന് കേൾക്കാം. പെണ്ണ് പിടിച്ചിട്ടല്ല കേട്ടാ,
ഈ തൊലിക്കാൻ വെറുതെ ഷിയാസെ നീ നാറുവേ. നിന്റെ ഉമ്മ അടിച്ച് പുറത്താക്കിയത്, നീ പെണ്ണ് പിടിച്ച കേസിൽ നിന്നെ നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. നാട് മുഴുവൻ നീ ഓത്ത് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കേസുകൾ മൊത്തം എൻ്റെ കിടപ്പുണ്ട്. ഇതിൽ 2 പെണ്ണുങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരാതി പിടിപ്പിച്ചാൽ മതി. നീ അകത്താന്നേ. നിന്റെ ചെവുക്കല്ല അടിച്ച് പറിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പെരുമ്പാവൂരുകാരുണ്ടെന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക. അതാദ്യം നീ ആലോചിക്കുക. നിന്റെ ചുറ്റുവട്ടത്തുള്ളവന്മാരുണ്ട് നിന്റെ അടിച്ചിൻ്റെ ചെവുക്കല്ല് പറിക്കാൻ. എനിക്ക് ദൂരെ എങ്ങും പോകേണ്ട കാര്യമില്ല. അതിന് ഇതാണ് അഖിൽമാരാർ പറഞ്ഞേക്കുന്ന ആ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഒരു ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. അഖിൽമാരാരുടെ നാക്ക് നമുക്കറിയാമല്ലോ, ഒരു ലൈസൻസ് ഇല്ലാത്ത നാക്കാണ്. ഈ ഇടയ്ക്ക് തന്നെ ഒരു പ്രസവത്തെ പറ്റി പറഞ്ഞ് വെച്ച ഒരു കാര്യം പുള്ളി ഉദ്ദേശിച്ചത് മറ്റെന്തോ, പുറത്തു പോയത് വേറെ എന്തതാണ്. അതാണ് അഖിൽമാരാർക്ക് എപ്പോഴും പറ്റുന്നത്. അഖിൽമാരാറിൻ്റെ ഈ വാചകടിയോടൊന്നും ഞാൻ വലിയ യോജിപ്പൊന്നുമില്ല. പുള്ളി പറയുന്ന പ്രസ്താവനയോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ഞാൻ പുള്ളി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ആ ഒരു കാര്യത്തോട് സംസാരിക്കുന്ന രീതിയും എല്ലാം. ഇപ്പോൾ വന്ന് വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യാത്തത്. അപ്പം ഈ ഒരു പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ പിന്നിലെന്ന് എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായിട്ടും. കാര്യം എന്നു വെച്ചാൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നതും ഈ പറയുന്നതും ഷിയാസ് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ വോയിസ് നമ്മൾ കേട്ടാൽ മതി, നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും അവർ തമ്മിൽ. അതുപോലെ ഷിയാസ് പറയുന്നുണ്ട് എന്നെ ഇക്കൂന്ന് വിളിക്കേണ്ട, എന്നാ ഷിച്ചു ലിച്ച അങ്ങനെ എന്തോ വേറെ വിളിച്ച പേര് ഇങ്ങനതായിട്ട് വിളിച്ചാൽ മതി, ഇക്കൂന്ന് വിളിക്കാൻ. ഇത്രയും പ്രായം ചെയ്യുന്ന ഒരാൾ അവനെ കയറി ഇക്കൂന്ന് വിളിക്കുമ്പോഴത്തേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കത്തില്ല. കാര്യം അവരുടെ ബന്ധു കൂടെ ആകുമ്പോഴത്തേക്ക് എത്രമാത്രം ഏജിന് വ്യത്യാസം വരുന്നു, അത്രയും വ്യത്യാസം വരുമ്പോഴത്തേക്ക് ഈ ഇക്കൂന്നൊക്കെ വിളിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക്. അതുപോലെ തന്നെ ഷിയാസ് പറയുന്നുണ്ട് ഞാനിടുന്ന ഫോട്ടോയ്ക്കൊക്കെ നീ ഇങ്ങനെ ലവിൻ്റെ സ്റ്റിക്കർ ഇടാതെ, അങ്ങനെ ആരാണ്ട് പറഞ്ഞു ഇങ്ങനെ ലവിൻ്റെ സ്റ്റിക്കർ ഇടുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവർക്ക് എന്നെ ഇഷ്ടമാണ്, എന്നോട് ആരാധനയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി വോയിസുകൾ പുറത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം ഷിയാസിൻ്റെ വോയിസ് തന്നെയാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഷിയാസിൻ്റെ വൈഫ് കുറച്ച് കാര്യങ്ങൾ ഇൻസ്റ്റയിൽ ഇതാക്കിയിട്ടുണ്ട്. ഷിയാസിൻ്റെ ഭാര്യ പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട്, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നായിരുന്നു കമൻറ്റ് ചെയ്ത് ഇവിടെ നിന്നും എടുത്ത ഒരു റെക്കോർഡായിരുന്നു ആ വോയിസ് ക്ലിപ്പ്. അധികം കാര്യം ഈ വോയിസ് ക്ലിപ്പ് ഇതല്ല എന്നാണ് പറഞ്ഞത്. ഇത് എവിടെ നിന്ന് എടുത്തൊരു വോയിസ് ക്ലിപ്പാണെന്നാണ് പറയുന്നത്. ഇത് അവരോട് അയച്ച വോയിസ് ക്ലിപ്പല്ല, അതങ്ങനെയുള്ള കാര്യങ്ങളല്ല എന്ന് ഷിയാസിൻ്റെ വൈഫ് തന്നെയാണ് പറയുന്നത്. എന്നും വേണ്ട അവർ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഈ പ്രായമായ സ്ത്രീക്ക് ഭർത്താവ് ഇട്ടിട്ട് പോയി, കാമുകൻ്റെ കൂടെ മകളും പോയി, ഉമ്മ വീട്ടിൽ കയറ്റില്ല, എനിക്ക് ആരുമില്ല. ഷിയാസ് എനിക്ക് എൻ്റെ മൂത്ത മോനെ പോലെയാണ് ഷിയാസ്. എനിക്കൊന്ന് ഷിയാസിൻ്റെ അനിയനായിരിക്കും. രണ്ടാമത്തെ മകനും ദർഭ, കാര്യം അത് ഷിയാസിൻ്റെ വൈഫാണ്, ദർഭ അവരുടെ മോളെ പോലെയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഇവർ. ഉളുപ്പുണ്ടോ തള്ളയെ കുറച്ചെങ്കിലും സ്വന്തം കഴിവ് കൊണ്ട് വേണം ഫേമസ് ആവാൻ, അല്ലാതെ മറ്റൊരാളുടെ പേരിനടിയിൽ തൂങ്ങിയാവരുത്. ഷുഗറും പ്രഷറും അല്ലാതെ നിങ്ങൾക്ക് വേറൊന്നുമില്ലല്ലോ. എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ തന്ന പണവും സ്വർണവും നിനക്ക് തന്ന ഓസ്കാറായിട്ട് വെച്ചേരും. പാവം കല്യാണം കഴിഞ്ഞതറിഞ്ഞില്ല, പീഡനം ആസ്വദിച്ച് നമ്മുടെ കൂടെ എല്ലായിടത്തും നടന്നു എന്നുമായിരുന്നു ദർഭയുടെ മറുപടി. അത് കറക്റ്റാണ്. കാര്യം അവർ പക്ഷെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരെ കൊണ്ട് പീഡിപ്പിച്ചെന്ന് അവരൊരിക്കലും പറഞ്ഞിട്ടില്ല. അവരുടെ സമ്മതത്തോടു കൂടി നടന്ന കാര്യം തന്നെയാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് അവരെ അങ്ങനെ ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സാധാരണ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഭർത്താവ് ഉള്ളതാണേലും അല്ലെങ്കിൽ സമ്മതത്തോട് പോയി കിടന്നതാണെങ്കിലും കുറേ ആൾമാർ ആദ്യം പറയുന്ന കാര്യം വെച്ചാൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഈ പീഡനം ആകുമ്പോഴത്തേക്ക് കേസിന് ബലം കൂടുമല്ലോ, അതിനുവേണ്ടിയാണ്. എനിക്കൊന്നിപ്പോൾ കോടതിയിൽ നിന്ന് അങ്ങനെ ഇത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരുടെ സമ്മതത്തോടു കൂടി നടക്കുന്ന ഒരു കാര്യത്തിന് പീഡനം എന്ന് പറയാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ആയിരിക്കാം ഇവരെ ചൂഷണം ചെയ്തെന്നാണ്, അവരെ പീഡിപ്പിച്ചെന്ന് ഇവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഷിയാസും പറയുന്നുണ്ട്, വൈഫും എല്ലാം പറയുന്നുണ്ട് ഇവരെ പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. എന്നതാണേലും ഇവർ പറയുന്ന കുറേ കാര്യങ്ങളും ഷിയാസ് പറയുന്ന കുറേ കാര്യങ്ങളും കുറേ മറകളുണ്ട്, കുറേ മറിഞ്ഞു കിടപ്പുണ്ട് കുറേ കാര്യങ്ങൾ. പക്ഷേ ഷിയാസ് പറയുന്ന കാര്യങ്ങൾ ഒരു 75% പുറത്ത് വന്നു കഴിഞ്ഞു. ഉമ്മയാണെന്നും ഒക്കെ പറയുന്നതൊക്കെ വെറുതെയാണെന്നുള്ളത് നമുക്കിത് കേൾക്കുന്ന ആർക്കും മനസ്സിലാവും. ഇതൊന്നുമല്ല സത്യം എന്നുള്ളത്. പിന്നെ ഏതൊരു വിഷയത്തിലും ഭാര്യ കൂടെ നിൽക്കുന്നത് സപ്പോർട്ട് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കി തന്നെ ഭാര്യ കൂടെ നിൽക്കുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരു കേസല്ല, ഒരു മനുഷ്യന് അബദ്ധത്തിൽ ഒരു കേസ് പറ്റുവാണെങ്കിൽ നമുക്ക് പറയാം അത് അബദ്ധത്തിൽ പറ്റിപ്പോയി എന്ന് പറയാം. ഇതിന് മുന്നേയും ഒരു വിഷയമുണ്ട്. പിന്നെ വിവാഹത്തിന് മുമ്പുള്ളതാണേലും ഒരു ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തെ താലി വീഴുന്ന കഴിഞ്ഞുള്ള വിവരങ്ങൾ നമുക്ക് അവരെപ്പറ്റി അറിഞ്ഞാൽ മതി എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാൻ പറ്റും. അത് കഴിഞ്ഞുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ അവിടെ ഷിയാസ് പറയുന്നൊരു കാര്യമുണ്ട്, വിവാഹം കഴിച്ചെന്നും പറഞ്ഞിട്ട് നിനക്ക് റെസ്റ്റ് ഉണ്ടാകുകയില്ല, നിൻ്റെ അടുത്ത് ഞാൻ വരാതിരിക്കുകയായിരുന്നു. അതൊരു അമ്മയോടൊരു മോൻ പറയുന്ന വാക്കൊന്നും അല്ലത്. അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് വിവാഹം കഴിച്ച് ഏതൊരു സ്ത്രീകൾക്കും അല്ലെങ്കിൽ പുരുഷനും മനസ്സിലാകും ആ പറയുന്ന കാര്യങ്ങൾ എന്നതൊക്കെയാണെന്നുള്ളത്.
അല്ലാതെ അത് കേട്ടേച്ച് മന്ദബുദ്ധി കണക്കാരും അയ്യോ അതങ്ങനെയല്ല അവിടെ പാൽപ്പായസം കുടിക്കാൻ ചെല്ലാന്ന് പറഞ്ഞോന്നൊന്നും അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഞാൻ ഈ പാൽപ്പായസം എന്ന് പറഞ്ഞത് വേറെ അർത്ഥത്തിൽ ആരും എടുത്തേക്കില്ല കേട്ടോ. അതൊരു ഞാൻ എൻ്റെ മനസ്സിലൊരു ഇതായിട്ട് എനിക്ക് പറഞ്ഞതേ ഉള്ളൂ. അത് മോശമായിട്ടൊരു വാക്കായിട്ട് ഞാൻ പറഞ്ഞതല്ല. അവർ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞേക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഷിയാസ് പറഞ്ഞത് ഒരുപാട് വൃത്തിയിട്ട വാക്കുകളുണ്ട്. അതൊക്കെ കേട്ട് നമുക്കറിയാം ഇവർ തമ്മിൽ വേറൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. അതില്ലെന്ന് ഷിയാസ് ഇനി എത്ര വെളുപ്പിക്കാൻ വന്നാലും ഷിയാസിൻ്റെ വൈഫ് വെളുപ്പിച്ചെന്ന് പറഞ്ഞാലും ഒരിക്കലും അത് സത്യമാകത്തില്ല. ഇനി അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ. കാര്യം തട്ടമിട്ട സ്ത്രീകൾക്കുള്ള ജിംനേഷ്യം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുള്ളത്. പലപ്പോഴായിട്ട് 10ഉം 20ഉം ഒക്കെ ആയിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇത്രയും ലക്ഷങ്ങൾ ഇവർക്ക് കടമായത്. പക്ഷേ ഈ മേടിച്ചിട്ട് ഇതുവരെ അതൊട്ട് സെറ്റായുമില്ല. ഇവൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്തു. ഇവൻ നല്ല ഇതാകുകയും ചെയ്തു. അതുകൊണ്ടായിരിക്കാം അവരെ പൈസ തിരിച്ചു കൊടുത്തത്. ഇവർ വിദേശത്തു നിന്നാണ് പരാതിയെല്ലാം പെട്ടേക്കുന്നത്. ഇങ്ങനെ ഒരു പരാതി വന്നിരിക്കുന്നതും എല്ലാം. എന്നതാണേലും അവരെ ആരാന്നറിയാത്തതുകൊണ്ട്. പക്ഷേ ഇവർക്കൊക്കെ അറിയാമല്ലോ, ഷിയാസിൻ്റെ വീട്ടുകാർക്കും ഷിയാസിനൊക്കെ അറിയാം. അവരുടെ ലക്ഷമുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഫാമിലിയുള്ളവരൊക്കെ അറിഞ്ഞ് വെറുതെ എന്നാണ് ഈ ഒരു പൈസയുടെ കാര്യത്തിന് ഇത് ഒന്നെങ്കിൽ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുക. അങ്ങനെ ചേച്ചി ഈ ബന്ധം ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇപ്പോൾ 2 വർഷമായി വിവാഹം കഴിഞ്ഞ് 2 വർഷം ഒരു കുഞ്ഞുമായി. ഇപ്പോഴാണ് ഈ കഥകളൊക്കെ പുറത്തോട്ട് വരുന്നത്. ഇങ്ങനെയുള്ള കഥകളും കൊണ്ടൊക്കെ ഇവർ വരുന്നത് തന്നെ അത് തന്നെ ഏറ്റവും ഒരു മോശപ്പെട്ടൊരു കാര്യമാണ്. കാര്യം നേരത്തെ ഇതിന് അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ തന്നെ ഇവരിതിന് പ്രശ്നം പുറത്തെടുക്കണമായിരുന്നു. അതേപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയായിരിക്കാം ഇതിനിടയിലുണ്ടായ പ്രധാന വിഷയം. ഈ പൈസയേക്കാൾ മുഖ്യമായിട്ട്. കാര്യം വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളിയുടേതായ ലോകത്തേക്ക് അങ്ങ് പോയി. ഇവർക്ക് കാണാനോ സംസാരിക്കാനോ കിട്ടുന്നില്ല. കാര്യം ഇവരൊരു നോർമലായിട്ടുള്ള റിലേഷൻ അല്ലായിരുന്നു. അതുകൊണ്ട് അതിനപ്പുറം ഒരു ബന്ധമായതുകൊണ്ട് അവർ ഷിയാസിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഷിയാസ് ചെന്ന് കാണുകയില്ല. അപ്പോൾ ഷിയാസിനെ ഭീഷണിപ്പെടുത്തി കാണും. ഷിയാസ് അപ്പോൾ തിരിച്ച് ഭീഷണിപ്പെടുത്തി കാണും. ഇതായിരിക്കാം ഇത് മെയിനായിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ. എന്നാണേലും ഇനി എന്നതൊക്കെ കഥകൾ പുറത്തോട്ട് വരും എന്നുള്ളത് കണ്ടറിയാം. അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ അവർക്ക് നീതി കിട്ടിയിട്ടേ തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും പൈസയ്ക്ക് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കും. വല്ലവൻ്റെ മുതൽ കൊണ്ട് ജീവിക്കാൻ നോക്കിയാൽ ഒരിക്കലും ഒതുകുകയില്ല. അത് ഏതെങ്കിലും ഒരു വഴിക്കൂടെ നഷ്ടമായിട്ട് നമുക്ക് പോകത്തേ ഉള്ളൂ. മറ്റൊരുത്തനെ പറ്റിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ അത് ഏതെങ്കിലും വഴിക്കൂടെ അത് നമുക്ക് നഷ്ടം വരുത്തേ ഉള്ളൂ. പിന്നെ ഷിയാസ് എന്ന് പറയുന്ന ആൾ അത്ര പാപമൊന്നുമല്ല. അത്ര ഇതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം വേറെയും കുറേ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. വേറെ ഓരോരുത്തരോട് പറയുന്ന കാര്യങ്ങളുമൊക്കെ ഞാനിങ്ങനെ കേട്ടു. അത് നമ്മുടെ മറുനാടനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് മനസ്സിലാകും ആൾ എത്ര നീറ്റാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. ആദ്യമൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ ബിഗ് ബോസ്. എനിക്കറിയാമല്ലോ കേട്ടോ, ഈ ബിഗ് ബോസിൽ വരുന്ന ആണും പെണ്ണും എല്ലാം പ്രശ്നങ്ങൾക്ക് പുറത്ത് പ്രശ്നങ്ങൾ അവർക്ക്. എനിക്കത് മനസ്സിലാത്തൊരു കാര്യമാണ്. എനിക്കറിയാം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും അവർക്ക്. പെണ്ണാണേലും ആണാണേലും എല്ലാം ഒന്നിന് പുറകെ പ്രശ്നങ്ങളാണ് അവർക്ക്. അവരതിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വലിയ സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ നിലത്ത് നിൽക്കാൻ പലർക്കും സമയം കിട്ടുന്നില്ല. ഏറെയൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ സബും ചെയ്യുക കേട്ടോ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കിയിട്ടാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുത്തില്ല. ബെൽ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ മതി. പിന്നെ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യാൻ മറക്കരുതെന്നേ. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ ഒന്ന് ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. എൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം.